മക്കളെ, നമ്മുടെ ഓണപരീക്ഷ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്കറിയാലോ, നമ്മുടെ കെമിസ്ട്രിയിലെ 3ാമത്തെ ചാപ്റ്ററിലെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു 4 മാർക്കിന്റെ ചോദ്യമാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു ആറ്റത്തിലെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക? അപ്പൊ ആദ്യം തന്നെ നമ്മൾ അറിയണം, ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഷെല്ലുകൾ ഉണ്ട്. ഷെല്ലുകൾക്കുള്ളിലുള്ള ആളാണ് സബ്ഷെൽ എന്ന് പറയുന്നത്. 4 സബ്ഷെല്ലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഒന്നാമത്തെ സബ്ഷെല്ലാണ് എസ്, രണ്ടാമത്തേത് പി, മൂന്നാമത്തേത് ഡി, നാലാമത്തേത് എഫ്. ഇതാണ് ഒരാറ്റത്തിന്റെ ഉള്ളിലുള്ള 4 സബ്ഷെല്ലുകൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് എന്റെ കുട്ടികൾ അറിഞ്ഞിരിക്കുക, ഓരോ സബ്ഷെല്ലിലും എത്ര ഇലക്ട്രോണുകൾ വീതമാണ് കയറുക. എസ് എന്ന് പറഞ്ഞ സബ്ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺ, പിയിൽ മാക്സിമം 6 ഇലക്ട്രോൺ, ഡിയിൽ 10, എഫിൽ 14. ഇതൊക്കെ അറിഞ്ഞിരുന്നാലേ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ സാധിക്കൂ. ഇനി മൂന്നാമതായിട്ട് ഈ ഒരു സബ്ഷെല്ലുകളുടെ എനർജിയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോ സബ്ഷെല്ലുകളുടെ എനർജി എന്ന് പറയുമ്പോൾ ഈ എനർജി കണ്ടുപിടിക്കുന്നത് N+L റൂൾ ഉപയോഗിച്ചിട്ടാണ്. N+L നിയമം. എന്താണ് N+L റൂൾ പറയുന്നത്? N എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, L എന്ന് പറഞ്ഞാൽ അസിമുതൽ ക്വാണ്ടം നമ്പർ. ഒരു സബ്ഷെല്ലിന്റെ ഈ പ്രിൻസിപ്പൽ ആൻഡ് അസിമുതൽ ക്വാണ്ടം നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. ഈ N+L വാല്യൂ ആർക്കാണോ കുറവ് അവർക്ക് എനർജി കുറവ്, N+L വാല്യൂ ആർക്കാണോ കൂടുതൽ അവർക്ക് എനർജി കൂടുതലായിരിക്കും. അങ്ങനെ ഈ ഒരു N+L റൂൾ വെച്ചിട്ട് സബ്ഷെല്ലുകളുടെ എനർജി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും കേട്ടോ. എനർജി ഓഫ് സബ്ഷെൽസ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും. ഇനി ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് എനർജി ഒക്കെ കണ്ടുപിടിച്ച് സബ്ഷെല്ലുകളുടെ ഒരു ഓർഡർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഈ ഓർഡർ അനുസരിച്ചിട്ടായിരിക്കും ആറ്റത്തിന്റെ ഉള്ളിൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നടക്കുക. ഒരു ആറ്റത്തിലേക്ക് വരുമ്പോൾ ഇലക്ട്രോൺ ആദ്യമായിട്ട് കയറുക എങ്ങോട്ടാണെന്നറിയോ? 1s എന്ന് പറയുന്ന സബ്ഷെല്ലിലേക്ക്. അത് കഴിഞ്ഞാൽ ഇലക്ട്രോൺ 2s പോകും. ഇത് കഴിഞ്ഞാൽ ഇലക്ട്രോൺ 2p പോകും. അത് കഴിഞ്ഞാൽ 3s, 3p. അവിടെ വരുമ്പോ ഇലക്ട്രോൺ ഒന്ന് ചവിട്ടും. എന്താ കാര്യം അറിയോ? അടുത്തതായിട്ട് വരിക 3d ആണ്. പക്ഷെ 3d എന്ന് പറയുന്ന സബ്ഷെല്ലിനെ കാട്ടിലും എനർജി കുറവ് 4sലാ. സോ ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി. നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ട്. ഊർജം കൂടി വരുന്നതനുസരിച്ചിട്ടാണ് ഇലക്ട്രോൺ പൂരണം നടക്കുക. അതായത് ആദ്യം എനർജി കുറഞ്ഞ സബ്ഷെല്ലിൽ ഇലക്ട്രോൺ കയറും, അതിനുശേഷം മാത്രമേ എനർജി കൂടിയ സ്ഥലത്തേക്ക് ഇലക്ട്രോൺ കയറുകയുള്ളൂ. സോ 4sഉം 3dയും ഇരുന്നാൽ 4sന് എനർജി കുറവ്, 3dക്ക് എനർജി കൂടുതൽ. അപ്പൊ ഇലക്ട്രോൺ ആദ്യം എവിടെ കയറുക? 4sൽ കയറിയതിനു ശേഷം മാത്രമാണ് ഇലക്ട്രോൺ 3dയിലേക്ക് കയറുന്നത്. ഇതാണ് എനർജി ഓഫ് സബ്ഷെല്ലിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ. ഈ ഒരു ഓർഡർ അനുസരിച്ചിട്ടാണ് ആറ്റത്തിന്റെ ഉള്ളിൽ ഇലക്ട്രോൺ പൂരണം അല്ലെങ്കിൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നടക്കുന്നത്. ഇനി എന്റെ കുട്ടികൾ പറഞ്ഞ്, ഈ എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കയറുമെന്ന് മിസ് പറഞ്ഞത്? 2 ഇലക്ട്രോൺ. സോ 1sൽ 2 ഇലക്ട്രോൺ, 2sൽ 2 ഇലക്ട്രോൺ. ഇനി പി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 6 ഇലക്ട്രോൺ കയറുമേ. സോ 2pയിൽ 6 ഇലക്ട്രോൺ. ഇനി വരുന്നത് 3s ആണ്. എസിൽ 2 ഇലക്ട്രോൺ, പിയിൽ വീണ്ടും 6 ഇലക്ട്രോൺ. 4sലോ എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ. ഇനി ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ മാക്സിമം 10 ഇലക്ട്രോൺ വരെ പോസിബിൾ ആകും. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രോൺസ് അനുസരിച്ച് ഇതിന്റെ ഉള്ളിലുള്ള എണ്ണം മാറി മാറി വരും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു ആറ്റത്തിന് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക എന്ന് നോക്കാം. സപ്പോസ് എന്റെ കയ്യിലുള്ളത് സോഡിയം എന്ന് പറയുന്ന ആറ്റമാണ്. അറ്റോമിക് നമ്പർ 11 ആണ്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11. അതായത് എന്റെ കയ്യിൽ 11 ഇലക്ട്രോൺസ് ആണുള്ളത്. ഈ 11 ഇലക്ട്രോണിലെ ഞാൻ ഓരോ സബ്ഷെല്ലിനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നു. ആദ്യം ആർക്കാ ഇലക്ട്രോണിനെ കൊടുക്കേണ്ടത്? ആദ്യം 1sന് കൊടുക്കുക. 1sന് എത്ര ഇലക്ട്രോണിനെ കൊടുക്കണം? എസ് ആണ്, എസ് സബ്ഷെല്ലാണ്, 2 ഇലക്ട്രോൺ. അപ്പോൾ എന്റെ കയ്യിലുള്ള 11 ഇലക്ട്രോണിൽ 2 ഇലക്ട്രോണിനെ 1sന് കൊടുക്കാം. ഇത് കഴിഞ്ഞാൽ ഇലക്ട്രോണുകൾ മുഴുവൻ രണ്ടാമത്തെ ഷെല്ലിലേക്ക്. അവിടെ രണ്ടാമത്തെ ഷെല്ലില് 2sഉം ഉണ്ട്, 2pയും ഉണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ആദ്യം 11 ഇലക്ട്രോൺ ആയിരുന്നു. ഇതിൽ 2 ഇലക്ട്രോണിനെ 1sന് കൊടുത്തു. ഇനി മിച്ചമുള്ളത് 9 ഇലക്ട്രോണാ. ഈ 9 ഇലക്ട്രോണിനെയും ഒന്നിച്ച് നമുക്ക് 2sന് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. നെഹി, പൊട്ടത്തരം പറയല്ലേ എന്ന് പറയല്ലേ.
2s എന്ന് പറയുന്ന സബ് ഷെല്ലിന് അത് ഏത് ഷെല്ലിലും ആയിക്കോട്ടെ 2 ഇലക്ട്രോണിനെ മാത്രമേ മേടിക്കാൻ സാധിക്കൂ. സോ നമ്മുടെ കയ്യിലുള്ള 9 ഇലക്ട്രോണിൽ 2 ഇലക്ട്രോണിനെ 2sന് കൊടുക്കാം. ഇനിയിപ്പോ മിച്ചം എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഇപ്പോൾ 4 ഇലക്ട്രോൺ കഴിഞ്ഞു. ഇനി മിച്ചമുള്ളത് 7 ഇലക്ട്രോൺ. ഈ 7 ഇലക്ട്രോണിനെ വാങ്ങാൻ 2pക്ക് പറ്റുമോ? പറ്റില്ല. ബിക്കോസ് പി എന്ന് പറയുന്ന സബ്ഷെല്ലിന് 6 ഇലക്ട്രോണിനെ മാത്രമേ മേടിക്കാൻ സാധിക്കൂ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള 7 ഇലക്ട്രോണിൽ 6 ഇലക്ട്രോണിനെ ഞാൻ 2pക്ക് കൊടുക്കുന്നു. ഇനി എത്ര ഇലക്ട്രോൺ ബാക്കിയുണ്ട്? 2, 4, 10 ആയി. ഇനി 1 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. ഈ 1 ഇലക്ട്രോൺ ഇനി മൂന്നാമത്തെ ഷെല്ലിലേക്ക്. മൂന്നാമത്തെ ഷെല്ലില് 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. ഇതിൽ ആർക്കാണ് ആദ്യം ഇലക്ട്രോണിനെ കൊടുക്കേണ്ടത്? എനർജിയുടെ ഓർഡർ അനുസരിച്ച് 3sലാണ് ഇലക്ട്രോൺ കയറേണ്ടത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ആ 1 ഇലക്ട്രോൺ 3sലേക്ക് കയറും. അപ്പൊ എന്റെ കുട്ടികൾ നോക്കിക്കേ, നമ്മുടെ സോഡിയം എന്ന് പറയുന്ന ആറ്റത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. 1s2, 2s2, 2p6, 3s2, 3p6. ഇതായിരിക്കും നമ്മുടെ ആറ്റത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. എത്ര സിമ്പിൾ ആയിട്ടാണ് നമുക്ക് എഴുതാൻ പറ്റിയത് അല്ലെ? ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇനി അടുത്തതായിട്ട് വേറൊരാളുടെ നമുക്ക് ക്ലോറിൻ എന്ന് പറയുന്ന ആറ്റത്തിന്റെ ഒന്ന് എഴുതി നോക്കാം. സോ ക്ലോറിൻ എടുത്താൽ അറ്റോമിക് നമ്പർ 17 ആണ്, 17 ആണ്. നമ്മുടെ കയ്യിൽ 17 ഇലക്ട്രോൺ ഉണ്ട്. ആദ്യം ഇലക്ട്രോൺ 1sന് കൊടുക്കുക, 2 കൊടുത്തു. പിന്നെ രണ്ടാമത്തെ ഷെല്ലില് 2s-ഉം 2p ഉണ്ട്. നമ്മുടെ കയ്യിൽ 17 ഇലക്ട്രോണിൽ 2 1sന് കൊടുത്തു. മിച്ചമുള്ളത് 15 ഇലക്ട്രോൺ ആണ്. ഇതിൽ 2 2sന് കൊടുക്കുക, 6 2pക്ക് കൊടുക്കുക. 10 ഇലക്ട്രോൺ കഴിഞ്ഞു. മിച്ചമുള്ളത് 7 ഇലക്ട്രോൺ. ഈ 7 ഇലക്ട്രോൺ നേരെ മൂന്നാമത്തെ ഷെല്ലിലേക്ക് പോകും. അവിടെ 3s-ഉം 3p-യും 3d-യും ഉണ്ട് അല്ലെ? ആദ്യം ഇലക്ട്രോണിന് ആർക്കാ കൊടുക്കണ്ടേ? ഏറ്റവും എനർജി കുറഞ്ഞ 3sന് കൊടുക്കാം. അപ്പൊ നമ്മുടെ കയ്യിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. ഈ 7 ഇലക്ട്രോണിന് ഇങ്ങനെ വാങ്ങാൻ 3sന് പറ്റുമോ? പറ്റില്ല അല്ലെ? 3s എന്താ ചെയ്യാ? നമ്മുടെ കയ്യിലുള്ള 7 ഇലക്ട്രോണിൽ 2 ഇലക്ട്രോണിനെ 3s വാങ്ങുന്നു, 3s2. ഇനി മിച്ചമുള്ളത് 5 ഇലക്ട്രോൺ ആണ്. 5 ഇലക്ട്രോണിനെ വാങ്ങാൻ 3pക്ക് പറ്റുമോ? പറ്റും. പി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ മാക്സിമം 6 ഇലക്ട്രോൺ പോസിബിൾ ആ. നമ്മുടെ കയ്യിൽ 5 ഉള്ളൂ. സോ സുഖമായിട്ട് 5 ഇലക്ട്രോണിനെ നമുക്ക് 3pക്ക് കൊടുക്കാം. അപ്പൊ നോക്കിക്കേ, 1s2, 2s2, 2p6, 3s2, 3p5. ഇതാണ് ക്ലോറിൻ എന്ന ആറ്റത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇനി അടുത്ത ആളെ എഴുതി തരാം. അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നു അയൺ. അറ്റോമിക് നമ്പർ 26 ആണ്. ഇവന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയാ വരിക? നമ്മുടെ കയ്യിൽ ടോട്ടൽ 26 ഇലക്ട്രോൺ ഉണ്ട് അല്ലെ? അപ്പൊ 1sന് ആദ്യം 2 കൊടുക്കാം, 2sന് 2 കൊടുക്കാം, 2pക്ക് 6 കൊടുക്കാം. ഇനി മൂന്നാമത്തെ ഷെല്ലില് 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. നാലാമത്തെ ഷെല്ലില് 4s-ഉം ഉണ്ട്. അപ്പോ 10 ഇലക്ട്രോൺസ് കഴിഞ്ഞു. ഇനി മിച്ചം 16 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ 16 ഇലക്ട്രോണിൽ 2 ആദ്യം 3sന് കൊടുക്കാം അല്ലെ? ഇനി പി എന്ന് പറയുന്ന സബ്ഷെല്ലിന് എത്ര കൊടുക്കണം? 6 ഇലക്ട്രോണിനെ കൊടുക്കാം അല്ലെ? ഓക്കെ. ഇനി ഇപ്പൊ എത്ര ഇലക്ട്രോൺ ആയെന്ന് കൂട്ടി നോക്കിക്കേ. 2 അല്ലെ 10, 12, 18. ഇനിയും 8 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. ഇതാർക്ക് കൊടുക്കണം? 3d ആണ് അടുത്തിരിക്കുന്നത് അല്ലെ? ഡി സബ്ഷെല്ലിന് 10 ഇലക്ട്രോണിനെ മേടിക്കാം. നമ്മുടെ കയ്യിൽ 8 അല്ലേ ഉള്ളൂ. ഈ 8 ഇലക്ട്രോണിനെ 3dക്ക് കൊടുക്കട്ടെ? പൊട്ടത്തേറ്റ്, മാർക്ക് കിട്ടത്തില്ല. മാർക്ക് പോയി. മക്കളെ, നമ്മൾ എന്താ പഠിച്ചത്? 3d സബ്ഷെല്ലിന്റെ എനർജി 4sനെക്കാട്ടിലും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ 4sൽ കയറിയതിനു ശേഷം മാത്രമേ ഇലക്ട്രോൺസ് 3dയിൽ കയറുള്ളൂ. നമ്മുടെ കയ്യിൽ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ആദ്യം അതിലെ 2 ഇലക്ട്രോണിനെ 4sന് കൊടുക്കുക. എസ് സബ്ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺ അല്ലേ കയറുക? അപ്പൊ നമ്മുടെ കയ്യിലുള്ള 8 ഇലക്ട്രോണിൽ 2 4sന് കൊടുക്കാം. ഇനി മിച്ചമുള്ള 6 ഇലക്ട്രോണിനെ നമുക്ക് 3dക്ക് കൊടുക്കാം. സോ അയൺ എന്ന് പറയുന്ന ആറ്റത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ് 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d6 എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു ആറ്റത്തിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത ഒരു ആറ്റം എന്ന് പറയുമ്പോൾ മാംഗനീസ് എഴുതാം. അറ്റോമിക് നമ്പർ 25 ആണ്. 25 ഇലക്ട്രോൺസ് കയ്യിലുണ്ട്. എഴുതി തുടങ്ങിക്കോ മിസ്സിന്റെ ഒപ്പം. 1s2, 2s2, 2p6, 3s2, 3p6. ഇനി നമുക്കറിയാം 3dയും 4sഉം ഉണ്ട് അല്ലെ? 2, 4, 10, 12, 18 ഇലക്ട്രോൺസ് കഴിഞ്ഞു. 7 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. 7നെ കൂടെ 3dക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. 4sൽ കയറിയതിനു ശേഷം മാത്രമേ ഇലക്ട്രോൺസ് 3dയിലേക്ക് കയറുള്ളൂ. നമ്മുടെ കയ്യിലുള്ള 7 ഇലക്ട്രോണിൽ 2 ഇലക്ട്രോണിനെ 4sന് കൊടുക്കാം. മിച്ചമുള്ള 5 3dക്ക് കൊടുക്കാം.
ഇതായിരിക്കും മാംഗനീസിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. അടുത്തൊരാറ്റത്ത് ചെയ്തോ, എന്റെ ഒപ്പം ചെയ്തു പോണോ കേട്ടോ. ഫോസ്ഫറസ് അറ്റോമിക് നമ്പർ 15 എങ്ങനെ വരും? ട്രൈ ചെയ്തേ മക്കളെ. 15 ഇലക്ട്രോൺ നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. സോ 1s2 2s2 2p6 10 ഇലക്ട്രോൺസ് കഴിഞ്ഞു. ഇനി 5 ഇലക്ട്രോൺസ് ബാക്കിയുണ്ട്. മൂന്നാമത്തെ ഷെല്ലിലേക്ക് പോവാം. 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്, അവിടെ 4s ഉണ്ട്. ആർക്ക് കൊടുക്കണം? ആദ്യം ഇലക്ട്രോണിനെ 3sന് കൊടുക്കുക. ആ 5 ഇലക്ട്രോണിൽ 2 3sന് കൊടുത്തു. ഇനി മിച്ചമുള്ളത് 3 ഇലക്ട്രോൺ. അതിനെ ആർക്ക് കൊടുക്കണം? അതിനെ നമുക്ക് 3pക്ക് കൊടുക്കാം. സോ 1s2 2s2 2p6 3s2 3p3. ഇതാണ് ഫോസ്ഫറസ് എന്ന് പറയുന്ന ആറ്റത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. അപ്പോ ഇതുപോലെ ഒരു ചോദ്യം വന്നാൽ എങ്ങനെയാ ചെയ്യാ എന്ന് എന്റെ കുട്ടികളൊന്ന് പറഞ്ഞു തരുമോ? സപ്പോസ് എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റമാണ്. ആറ്റത്തിന്റെ കയ്യിൽ 4 ഷെല്ലുകൾ ഉണ്ട്. ഓക്കെ, 4 ഷെല്ലുകൾ ഉണ്ട്. ഓക്കെ ആണ്. ലാസ്റ്റത്തെ 2 ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്, 4s എന്ന് പറയുന്ന സബ്ഷെല്ലിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്താണ്? ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാം. റൈറ്റ് ദ കംപ്ലീറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് ആറ്റം. ഇതാണ് നിങ്ങളുടെ ചോദ്യം. അപ്പോ എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റമാണ്. അവന്റെ കയ്യിൽ 4 ഷെല്ലുകൾ ഉണ്ട് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ 4 ഷെല്ല് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഷെല്ലില് 1s ഉണ്ട്, രണ്ടാമത്തെ ഷെല്ലില് 2s-ഉം 2p-യും ഉണ്ട്, മൂന്നാമത്തെ ഷെല്ലില് 3s-ഉം 3p-യും 3d-യും ഉണ്ട്, നാലാമത്തെ ഷെല്ലില് 4s-ഉം ഉണ്ട്. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? ലാസ്റ്റത്തെ 2 ഇലക്ട്രോൺ കയറുന്നത് 4s-ലാണ്, അവസാനത്തെ 2 ഇലക്ട്രോൺ കയറുന്നത് 4s-ലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 4s 2 കൊടുത്തു. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് 1s തൊട്ടങ്ങ് എഴുതി തുടങ്ങാം. 1s2 2s2 2p6 3s2 3p6 3d ഇലക്ട്രോൺ വേണം. നിങ്ങൾ ആലോചിച്ചേ, ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തത് ഇവിടെ 4s-ലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 4s-ൽ കയറിയതിന് ശേഷമാണ് ഇലക്ട്രോൺ 3d-യിലേക്ക് വരുന്നത്. ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തത് 4s-ലാണ്. അതായത് ഇവിടെ 3d-യില് ഇലക്ട്രോൺസ് ഇല്ല. അപ്പൊ 3d-യിൽ ഇലക്ട്രോൺസിനെ കൊടുക്കണ്ട അല്ലെ. ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തത് 3d-യിലായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ 4s-ൽ കയറിയതിനു ശേഷം 3d-യിലേക്ക് വന്നു എന്ന് നമുക്ക് ഉദ്ദേശിക്കാം, പറയാം അല്ലെ. പക്ഷെ ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ കയറിയത് 4s-ലാ, 3d-യിലേക്ക് ഇലക്ട്രോൺ പോയിട്ടില്ല. സോ ആറ്റത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 4s 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം നോക്കിക്കോ. ഒരു ആറ്റത്തിന്റെ കയ്യില്, എക്സ് എന്ന് പറഞ്ഞ ഒരു ആറ്റത്തിന്റെ കയ്യിൽ 4 ഷെല്ലുണ്ട്. ഓക്കെ, ലാസ്റ്റത്തെ 3 ഇലക്ട്രോൺ എൻ്റർ ചെയ്തത് 3d സബ്ഷെല്ലിലാണ്. ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ കേട്ടോ. ആദ്യത്തിന്റെ കയ്യിൽ 4 ഷെല്ലുണ്ട്, അവസാനത്തെ 3 ഇലക്ട്രോൺ കയറിയത് 3d സബ്ഷെല്ലിലാണ്. സോ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാ. എങ്ങനെ എഴുതും? എക്സ് എന്ന് പറയുന്ന ആറ്റമാണ്, ശരിയല്ലേ? സോ മക്കളെ നോക്കിക്കോ, നമ്മളോട് പറഞ്ഞത് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തത് 3d-യിലാണ്. അപ്പൊ നമുക്ക് എഴുതി വെക്കാം. 1s ഉണ്ട്, 2s ഉണ്ട്, 2p ഉണ്ട്, 3s ഉണ്ട്, 3p ഉണ്ട്, 4s ഉണ്ട്, 3d ഉണ്ട്. തിരിച്ചു മറിച്ചു എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. നമ്മളോട് പറയുന്നു ലാസ്റ്റത്തെ 3 ഇലക്ട്രോൺ കയറിയത് 3d-യിലാണ്, കൊടുക്കങ്ങോട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യം തന്നെ ഇലക്ട്രോൺസ് പോയിട്ട് 3d-യിൽ കയറൂല. 1s-ലും 2s-ലും 2p-ലും 3s-ലും 3p-ലും 4s-ലും കയറി കഴിഞ്ഞിട്ടേ 3d-യിലേക്ക് പോകുള്ളൂ അല്ലെ. അപ്പൊ 1s തൊട്ട് നമ്മൾ എഴുതി കൊടുത്താൽ മതി. 1s2 2s2 2p6 3s2 3p6 4s2 3d3. ഇവിടെ 4s ഉണ്ട്. എന്തുകൊണ്ടാ? ബിക്കോസ് ഇവിടെ d സബ്ഷെല്ലിലേക്ക് ആദ്യം ഇലക്ട്രോൺ കയറില്ല. 4s-ൽ കയറിയതിനു ശേഷമേ d-യിലേക്ക് പോവുള്ളൂ. അപ്പൊ 4s-ൽ 2 കയറിയിട്ടാണ് 3d-യിലേക്ക് 3 ഇലക്ട്രോൺ പോയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ആറ്റത്തിലെ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാ. ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? മൊത്തം കൂടെ അങ്ങോട്ട് കൂട്ടിയാൽ മതി അല്ലെ. 2 4 10 12 18 20 23. ടോട്ടൽ ഇലക്ട്രോൺസ് 23. അടുത്തതായിട്ട് ചോദിക്കും, ഈ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? അറ്റോമിക് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? ടോട്ടൽ
ടോട്ടൽ ഇലക്ട്രോണിന്റെ എണ്ണം നോക്കിയാൽ മതി. ഒരാറ്റത്തിലെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം തുല്യമാണ്. പ്രോട്ടോണിന്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം തുല്യമായതുകൊണ്ട് ടോട്ടൽ ഇലക്ട്രോൺസ് കിട്ടിയാൽ അവിടെ എത്ര പ്രോട്ടോൺ ഉണ്ടെന്ന് കിട്ടും. പ്രോട്ടോണിന്റെ എണ്ണം കിട്ടിയാൽ അറ്റോമിക് നമ്പർ കിട്ടും. അപ്പൊ സിമ്പിൾ ആയിട്ട് ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതായിരിക്കും ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ. സോ ഇവിടെ ടോട്ടൽ 23 ഇലക്ട്രോൺ ഉണ്ട്, അറ്റോമിക് നമ്പർ 23 ആയിരിക്കും. അപ്പൊ ഇതുപോലെയുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി നിങ്ങളോട് ചോദിക്കുക. ഇതേപോലെ ക്വാണ്ടം നമ്പറും കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതെങ്ങനെയാണെന്ന് മറ്റൊരു വീഡിയോയിൽ മിസ് പറഞ്ഞു തരുന്നതായിരിക്കും. സോ മക്കളെ, ഞാൻ എന്നാൽ നിങ്ങൾക്ക് ഒരു ആറ്റം തരാം. ഓക്കെ, മഗ്നീഷ്യം ആണ് ആറ്റം, അറ്റോമിക് നമ്പർ 12. ഇവന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ എന്റെ കുട്ടികൾ കമന്റ് ചെയ്യുക. ഇതുപോലെ എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് കമന്റ് ചെയ്യുക. എന്റെ മക്കൾ എന്നോട് പറഞ്ഞു തന്നാലാണ് മിസ്സിന് ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് സാധിക്കുക. നിങ്ങളുടെ മനസ്സിൽ എന്ത് ഡൗട്ടാണ് ഉള്ളതെങ്കിലും അതേപോലെ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിലാണ് കോണ്ടന്റ് വീഡിയോ വേണ്ടതെങ്കിലും താഴത്തെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. മിസ് തീർച്ചയായിട്ടും ആ വീഡിയോസ് നിങ്ങൾക്ക് എടുത്ത് തരുന്നതായിരിക്കും. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുടെ അടുത്തേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിക്കാട്ടോ. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമ്മുടെ ഓണ പരീക്ഷയ്ക്ക് കെമിസ്ട്രി നമുക്ക് പൊളിക്കണം, സെറ്റ് ആക്കണം. സോ മക്കളെ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.